എന്ത് രസമല്ലേ ഞാൻ ബിസ്ക്കറ്റ് തന്നതിന്. എന്താ ഒരു മാതിരി നോട്ടും. എൻ്റെ അമ്മേ, ഇതെന്താ ഇങ്ങനെ? ഇത് കിടക്കണു ബിസ്ക്കറ്റൊക്കെ എന്ത് ഭംഗിയായിട്ട് കിടക്കണ. ഇതെന്താണിത്? ഈ ബിസ്ക്കറ്റിൻ്റെ പാത്രം ഞാൻ അവിടെയുള്ള വെച്ചെന്നത്. ഇതെന്താ ഇങ്ങനെ കിടക്കണ? ദേഷ്യ ഇങ്ങനെ ഉണ്ട് ഒരു ദേഷ്യം. അമ്മോ, കാട്ടക്കലിപ്പാണ്. എന്താ കഥ? അമ്മൂട്ടിക്ക് ഇത്രയൊക്കെ ദേഷ്യമോ? ആ നെറ്റിയൊക്കെ ചുളിച്ച് വെച്ചിട്ടുണ്ട്, അപ്പം തന്നെ അറിയുന്നുണ്ട്. അല്ലെങ്കിൽ പാത്രത്തിന് തട്ടി ഇങ്ങോട്ടേക്ക് എത്തിക്കില്ല. ആ വിരിപ്പൊക്കെ എടുത്ത് ചീട്ടി കൂട്ടി. എന്താ കുട്ടിക്ക് ഇത്ര ദേഷ്യം? കുട്ടി ആരാ ചിന്ത പറഞ്ഞില്ലല്ലോ. കുട്ടീനെ അരഞ്ചി തോന്ന കുട്ടീനെ ആണോ? ആകെ മൂഡ് ഓഫാണ് ഞായറാഴ്ചയായിട്ട്. ഇങ്ങനെ പാടില്ല മുട്ടിയേ. മുട്ടി ഇതിനെത്രക്ക് ദേഷ്യം? അമ്മയും കിടന്ന് നോക്കട്ടെ. എന്താണാവോ എന്തോ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല സത്യമായിട്ട്. എന്താ കഥ? എല്ലാവരും ഞെട്ടിപ്പോവും. ഈ അമ്മൂട്ടി ഇങ്ങനെയൊക്കെ വന്ന് എപ്പോഴും ഹാപ്പി ആയിരിക്കണം അമ്മൂട്ടിയുടെ. ഇപ്പം എന്താണെന്നറിയില്ല, ആകെ ദേഷ്യത്തില. കൊഞ്ചിത്തര. ഇനി അതാണോ വിഷമമെന്ന് എനിക്കറിയില്ലല്ലോ. കുട്ടിയെ കൊഞ്ചാഞ്ഞിട്ടേ ഇരിക്കുന്നു. ചക്കര കുട്ടിയാ. ഗുഡ് ഗേളാണ്, സുന്ദരി പെണ്ണ. നല്ല മരുന്നൊക്കെ തന്നുമല്ലോ വേറെ വേദനയ്ക്ക്. പേടൊക്കെ കൂട്ടിയിട്ട് വേറെ വേദന മാറിയില്ലേ? പോട്ടെ, ഇന്നും കൂടെ തരാം കേട്ടോ മരുന്ന്. പേട വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് മരുന്ന് തരാം കേട്ടോ. വേറെ വേദനിച്ചിട്ടുണ്ടോ? ആണോ കുട്ടിക്ക്? കുട്ടിക്ക് വയറ് വേദനയാണോ? കുട്ടിക്ക് എന്നും വയറ് വേദനയാണ്. പോട്ടെ, ബിസ്ക്കറ്റൊന്നും അധികം തിന്നാൻ പാടില്ല, അതാണ് പറഞ്ഞത്. ഒന്ന് രണ്ട് ബിസ്ക്കറ്റ് തിന്നാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് കിളികൾക്ക് കൊടുക്കാം കേട്ടോ. അണ്ണാന്മാരൊക്കെ വരും, അവർക്ക് കൊടുക്കാം കേട്ടോ ബിസ്ക്കറ്റ്. കുട്ടി കഴിക്കണ്ട, കുട്ടിക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലം വരുന്നുണ്ട് നല്ലോണം. കുട്ടി ബിസ്ക്കറ്റൊന്നും കഴിക്കണ്ട കേട്ടോ. കുട്ടി ചാച്ചിക്ക കിടന്നോ, ഞാൻ പോട്ടെ കേട്ടോ. സാരില്ല, നമുക്ക് കിളികൾക്ക് കൊടുക്കാം കേട്ടോ. കാക്കകളൊക്കെ വരും കുറച്ച് കഴിഞ്ഞാൽ കേട്ടോ. അവർക്ക് കൊടുക്കാം ബിസ്ക്കറ്റൊക്കെ. കുട്ടിക്ക് വയ്യല്ലോ, അതാണ് കേട്ടോ. കുട്ടി ചാച്ചിക്ക, വയ്യാത്ത കുട്ടിയാണേ. കുട്ടി ചാച്ചിക്ക കേട്ടോ, വയ്യാത്ത കുട്ടിയാണ്. നമുക്കിതൊക്കെ കാക്ക വരും, അണ്ണാന്മാരൊക്കെ വരും, അവർക്കൊക്കെ ഓരോരോ പീസ് കൊടുക്കാമല്ലോ. പാവല്ലേ അവർ കിളികളൊക്കെ വരുമ്പോൾ. കുട്ടി ഇവിടെ ചാച്ചിക്ക, ഞാൻ പോട്ടെ. വയ്യാത്ത കുട്ടിയാണേ, പാവം. കുട്ടി വയറ് വേദനിക്കുന്നുണ്ടെങ്കിൽ കുട്ടി കഴിക്കണ്ട കേട്ടോ. ചാച്ചിക്ക, കുട്ടി ചാച്ചിക്ക. ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ വരുന്നുണ്ടോ ദേഷ്യം? എന്നാൽ മൊത്തത്തിൽ പോക്കാം. അപ്പോൾ ഇന്ന് ഇതിലൊന്നും ഒതുങ്ങില്ല. എന്നാൽ മതം ഇളകിയിട്ടുണ്ടെന്നാണ് തോന്നണേ ചെറുതായിട്ട്. മുട്ടി കൊമ്പന്മാർക്കാണ് മതളക്കം. ബെസ്റ്റ് അതന്നെ.
ആ അത്ര തന്നെ. ആ ചവിട്ടി കൂട്ട്. ആ അത്ര തന്നെ. ഒക്കെ എടുത്ത് വലിച്ചെറിയുക, അത്ര തന്നെ. ഒന്നും ബാക്കി വെക്കരുത് കേട്ടോ മുട്ടിയെ. ആ ഒക്കെ എടുത്ത് പുറത്തേക്കിട്ടോ. ആ അത്ര തന്നെ. പാത്രങ്ങളൊക്കെ പോട്ടെ അവിടുന്ന്. ആ അത് തന്നെ. കുപ്പി. ആ ഒന്നും ബാക്കി വെക്കരുത്, ഒക്കെ കെടുത്തി കളയണം. ആ അത്ര തന്നെ. ആ ആ കുട്ടിയുടെ ദേഷ്യം ആരും കണ്ടിട്ടില്ല. ഇതേ പോണു. ആ ഇതൊക്കെ ചവിട്ടിക്കൂട്ടും മുട്ടി. ആ കഴിഞ്ഞോ എന്തോ. ആ ആ ആ അതാരാണാവോ. ആ അവിടുന്ന് കഴിഞ്ഞ ദേഷ്യം. കാലി കയറുണ്ട് പിന്നെ. ഞാൻ മുട്ടി. ആ മറ്റൊരാ മുട്ടിയാണ് ഇപ്പോൾ, സാധാ മുട്ടിയൊന്നുമല്ല. കഴിഞ്ഞിട്ടില്ല ദേഷ്യം. കുറച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ.